ഒന്ന് പോകാം. കോഴിക്കോട് മഴയ്ക്ക് കുറവുണ്ടെങ്കിലും വെള്ളക്കെട്ട് രൂക്ഷമായി തന്നെ തുടരുകയാണ്. കക്കോടി കണ്ണാടിക്കൽ മേഖലയിലൊക്കെ വെള്ളം മൊത്തത്തിൽ കയറി കിടക്കുകയാണ്. വെള്ളത്തിൽ മുങ്ങിയിരിക്കുന്ന ഒരു സാഹചര്യമാണ് അവിടേക്കുള്ളത്. മലയോര മേഖലയിലൊക്കെ മഴ കുറഞ്ഞെങ്കിൽ പോലും താഴ്ന്ന പ്രദേശങ്ങൾ ഇപ്പോഴും വെള്ളത്തിലാണ്. 1000-ഓളം പേര് ക്യാമ്പുകളിൽ തുടരുകയാണ്. ഇപ്പോഴും ജില്ലയിൽ ഇന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചൊരു സാഹചര്യം കൂടിയുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി MS അനീഷ് കുമാറാണ് നമ്മളോടൊപ്പം ചേരുന്നത്. ചേട്ടാ, കോഴിക്കോട് ജില്ലയിൽ എന്തൊക്കെയാണ് അവസ്ഥ? കോഴിക്കോട് ഈ കക്കോടി കന്നോടിക്കൽ ഭാഗങ്ങളിലൊക്കെ കടുത്ത വെള്ളക്കെട്ട് രൂപപ്പെട്ടതായിട്ട് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുണ്ട്. ഒപ്പം 1000-ലേറെ ആളുകൾ ക്യാമ്പുകൾ ഇപ്പോഴും തുടരുകയാണ്. എന്താണ് അവിടെ നിന്നുള്ള കൂടുതൽ വിശദാംശങ്ങൾ? ശരി, അനീഷ് കുമാർ അല്പസമയത്തിനകം നമ്മളോടൊപ്പം ചേരുന്നതായിരിക്കും. ഈ പറഞ്ഞ പോലെ കോഴിക്കോട് ജില്ലയൊക്കെ എല്ലാ വർഷവും മഴ പെയ്യുന്ന സാഹചര്യത്തിൽ നമ്മളൊക്കെ ഒരുപാട് പേടിക്കുന്ന ഒരു ഭാഗം തന്നെയാണ്. കാരണം ഈ മലയോര മേഖലയിലൊക്കെ മഴ പലപ്പോഴും കുറഞ്ഞൊരു സാഹചര്യം വരുമ്പോഴും താഴ്ന്ന പ്രദേശങ്ങളിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങാൻ പലപ്പോഴും കുറച്ച് പാടായിട്ട് നമ്മൾ കാണാറുണ്ട്. എപ്പോഴും വെള്ളം കയറുന്ന വളരെ ഫാസ്റ്റ് ആയിട്ടായിരിക്കും, പക്ഷെ എന്നാൽ പോലും ഇറങ്ങാനെടുക്കുന്ന സമയം വളരെ കൂടുതലാണ്. പ്രത്യേകിച്ച് 2018-ലെ പ്രളയമൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ വർഷം കയറിയ വെള്ളക്കെട്ട് അത് ഇറങ്ങാനായിട്ട് ഒരുപാട് സമയം എടുക്കുന്നതായിട്ടും നമുക്ക് അറിയാൻ സാധിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണെങ്കിലും അവിടെ നിന്നുള്ള വിശദാംശങ്ങളുമായി അനീഷ് കുമാർ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. അനീഷ്, എന്തൊക്കെയാണ് കോഴിക്കോട് നിന്നുള്ള വാർത്തകൾ? എന്തായാലും നേരിയ തോതിലെങ്കിലും ജനങ്ങൾക്ക് ആശ്വാസം നൽകുന്ന വിവരങ്ങൾ തന്നെയാണ് നമുക്ക് നൽകാൻ കഴിയുന്നത്. ആ വലിയ വെള്ളപ്പെരുക്കത്തിന് അല്ലെങ്കിൽ വലിയ വെള്ളക്കെട്ടിനൊരു നേരിയ തോതിൽ ശമനമാവുന്നു എന്നതാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് കക്കോടി ഭാഗത്താണ്. കക്കോടി കണ്ണാടിക്കൽ റോഡാണ്. ആ റോഡിൽ ഇപ്പോഴും വെള്ളം ഉണ്ട് എന്ന് തന്നെയാണ് വസ്തുത. പക്ഷേ കഴിഞ്ഞ ദിവസമൊക്കെ ഉണ്ടായിരുന്ന വെള്ളത്തിന്റെ ഒരു അളവിന് ഒരു നേരിയ കുറവുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. കാരണം ഈ വെള്ളക്കെട്ടൊക്കെ കഴിഞ്ഞ ശേഷം അടുത്ത ദിവസങ്ങളിൽ നടത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ജോലി ഒരുപക്ഷെ ഇത് ശുചിയാക്കലാണ്, ഇത് വൃത്തിയാക്കലാണ്. അതിനുള്ള നടപടികൾ ഒരു ചേട്ടൻ ചെയ്യുന്നതാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. ചേട്ടാ, എങ്ങനെയുണ്ട്? വെള്ളം ഏതാണ്ടെന്ന് ഇറങ്ങി തുടങ്ങിയല്ലേ? ഇറങ്ങി തുടങ്ങി. കയത്തിന്റെ കെട്ടിയ വെള്ളമാണ്. എല്ലാ കൊല്ലവും ഇതുപോലെ തന്നെ വരുന്നതാണ്. പിന്നെ ഈ കരണ്ട് കൂടെ ഇല്ല. അതൊന്ന് വൃത്തിയാക്കി എടുക്കാൻ രാത്രി ഇത് വെള്ളം ഇറങ്ങി പോകുമ്പോൾ തന്നെ വൃത്തിയാക്കാം. പക്ഷെ അത് കരണ്ട് കൂടെ ഇല്ല. കറണ്ട് ഇപ്പൊ രാവിലെ 6:30 മണിക്കാണ് കറണ്ട് വന്നത്. അതേ വെള്ളം വന്നു കഴിഞ്ഞാൽ അപ്പോൾ അവർ ഓഫാക്കുന്നതാണ്. ഇതിപ്പോ എവിടെ വരെ എത്തിയായിരുന്നു വെള്ളം ഇത്തവണ? ഇവിടെ ഇതിനകത്ത് ഇത്ര ഉണ്ടായിരുന്നു. ഈ സാധന സാമഗ്രികളൊക്കെ നാശം വന്നില്ലെന്ന് കഴിഞ്ഞ കൊല്ലം അങ്ങനെ വന്നുകൊണ്ട് റേക്കടിച്ചത് കൊണ്ട് കുറെ മുകളിലേക്ക് എത്തേക്കാനായി. അതിൽ 18-ൽ വന്ന വെള്ളം വരികയാണെങ്കിൽ അത് മൊത്തം പോകും. ആ മതിലിന്റെ മുകളിൽ ഫുള്ള് വെള്ളമായിരുന്നു. 2 ഇഞ്ച് കയറിയ ശേഷം നമ്മള് വീട്ടിൽ നിന്നൊക്കെ പോയത്. അത്ര മുകളിൽ പാണ്ടിൽ വന്ന 19 വന്ന വെള്ളം അതിന് മുകളിൽ വന്നേക്കാണ്. എവിടെയായിരുന്നു ഇപ്പൊ താമസിച്ചത്? വീട്ടിലൊക്കെ പെങ്ങന്മാരെ വീട്ടിലോ എവിടെയെങ്കിലും പോയി നിൽക്കും. ഇത് ഫ്രിഡ്ജൊക്കെ എടുത്ത് ഉയർത്തി വെച്ചേക്കും അല്ലേ? അതായത് കെട്ടി കൂടെ വെച്ചേക്കുന്നല്ലേ? അതായത് ഒഴുക്ക് വന്നാലും താഴെ പോരുതെന്നുള്ള ഇതൊക്കെ ഭയങ്കര ട്രെയിനിങ് ആണ്. ഇപ്പൊ എല്ലാ വർഷവും ഇത് ചെയ്ത് വെള്ളം എടുക്കാൻ തുടങ്ങിയാൽ അപ്പൊ എല്ലാരും കയറ്റി വെക്കും. എല്ലാരും കയറ്റി മുകളിലേക്ക് വെക്കും. പിന്നെ അതുകൊണ്ടാണ് നമ്മളിവിടെ അപ്സ്റ്റെയർ വീട് ഉണ്ടാക്കി ലോണും കാര്യം എടുത്ത് അപ്സ്റ്റെയർ വീടുകൾ ഉണ്ടാക്കേണ്ടി വരുന്നത്. അപ്പോ എടുത്തിട്ട് എല്ലാം അതിന്റെ മുകളിൽ കൊണ്ടിടും. താഴെയുള്ളൊക്കെ എടുത്ത് മുകളിൽ കൊണ്ടിടും. അല്ലാതെ ഈ അപ്സ്റ്റെയർ ഇല്ലാത്ത ആളുടെ അവരുടെ വീടുകൾ മൊത്തം 18-ലും 19-ലും വന്ന വെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീടുകൾ മൊത്തം ഫസ്റ്റ് ലെയർ വീടുകളൊക്കെ മുങ്ങിപ്പോണത്. ഇത് പക്ഷേ ഇത്തവണ ഒരു അറിയിപ്പ് പെട്ടെന്ന് വന്നില്ലല്ലേ? അറിയിപ്പ് എന്ന് പറഞ്ഞാൽ 2 ദിവസം കൊണ്ടാണ് കാലാവസ്ഥ മാറുള്ളൂ. ഇതും വരുന്നു, പുഴയിൽ വെള്ളം വരുന്നു, പുഴയിൽ ഇങ്ങോട്ട് നമ്മൾ അവിടെ ഭാഗത്തുനിന്ന് ഇങ്ങോട്ട് എടുക്കുന്നു പറയും. അപ്പൊ അങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കറിയാം അത്രയും വെള്ളം ഇവിടുത്തെ പറമ്പിൽ മുഴുവൻ വെള്ളം പൊങ്ങി നിൽക്കുക. മഴ പെയ്ത വെള്ളം, ആ വെള്ളം കൂടെ വന്നാൽ പെട്ടെന്ന് അങ്ങ് വെള്ളം കയറും. പിന്നോട്ട് ഇറങ്ങാനും താമസമാണ്. വളരെ സ്ലോ എന്ന് പറഞ്ഞാൽ പണ്ട് കാലങ്ങളിലൊക്കെ ഇന്ന് വന്ന് നാളെ വെള്ളം പോകും. പക്ഷെ ഇപ്പം കുറേ വീടുകളും കാര്യങ്ങളായപ്പോൾ മതിലുകളും കാര്യങ്ങളായപ്പോൾ വെള്ളത്തിന് പോകാനുള്ള ഗ്യാപ്പും കാര്യങ്ങളില്ല. കുറെ മതിലൊക്കെ പൊളിച്ചു പോകും. അങ്ങനെയൊക്കെയാണ്. ഇതിന് കുറെ പരിഹാരങ്ങൾ കാണണം ശരിക്കും. അല്ലെങ്കിൽ എല്ലാ തവണ ഇതുപോലെ മഴ വരുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജൂൺ മാസം കഴിഞ്ഞു കഴിഞ്ഞാൽ മനസ്സിൽ ഒരു ആദ്യം അത് എപ്പോ ഇപ്പൊ ഈ ഒരു പേടി വരുന്നു. പിന്നെ കണ്ണാടിക്കലെത്തണം ഷോപ്പുകൾ വരണമെങ്കിൽ. ഇതിപ്പോ തൽക്കാലം ഇത്രയും കൊണ്ട് അവസാനിച്ചെന്ന് കരുതാം. ഈ വർഷത്തെ ഇനിയും വന്നുവിടാന്നില്ല. ഇനിയും സംഭവിച്ചുവിടാൻ. മഴ കഴിഞ്ഞിട്ടൊന്നുമില്ലല്ലോ.
ഇപ്പോഴും പ്രവചനമുണ്ട്. ഇനിയിപ്പോ എന്നാലും 2-3 ദിവസമായാലും ഇനിയും റെഡ് അലേർട്ട് എന്നാ പറയുന്നത്. 3 ദിവസം മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നൊക്കെയാ പറയുന്നത്. എന്തായാലും ക്ലീൻ ചെയ്തിടാം. എന്തായാലും ആ ചേട്ടൻ അത് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് ഇതിപ്പോൾ. ഈ നമുക്ക് കാണാം, ഒരു 2 നിരയൊക്കെ കഴിഞ്ഞാൽ പ്രത്യേക തട്ട് ക്രമീകരിച്ചിട്ടുണ്ട്, അതിലേക്ക് മാറ്റിവെക്കും. ഫ്രിഡ്ജും മറ്റുപകരണങ്ങളൊക്കെ കെട്ടിവെച്ചിരിക്കുകയാണ്. കാരണം ഒരു ഒഴുക്ക് വന്നാലും അത് പോകാതിരിക്കാൻ വേണ്ടിയുള്ള ആ രീതിയിലുള്ള ഒരു ക്രമീകരണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ ജനജീവിതം അക്ഷരാർത്ഥത്തിൽ സ്തംഭിച്ചു നിൽക്കുന്ന ഒരു കാഴ്ചയായിരുന്നു. ഇന്ന് രാവിലെയാണ് ഇവിടെയൊക്കെ കറണ്ട് എത്തിയത്. അതുകൊണ്ട് തന്നെ ശുചീകരണ പ്രവർത്തനങ്ങൾ കാര്യമായി നടക്കുന്നു. വീട് എവിടെ ചേട്ടാ? ഇപ്പൊ എവിടെയായിരുന്നു? ക്യാമ്പിലായിരുന്നോ അതോ? അല്ല, ക്യാമ്പില, ജ്യേഷ്ഠന്റെ വീട്ടില്. ജ്യേഷ്ഠന്റെ വീട്ടിലായിരുന്നു. അപ്പം മഴയൊന്ന് തോർന്നു, വെള്ളമൊക്കെ ഇറങ്ങിയപ്പോ നോക്കാൻ പോവായിരിക്കും. വീടൊക്കെ പോയിട്ട് വീട്ടകത്തേക്ക് എത്തിയൊന്നും അറിയില്ല. ഇന്നലെ പോയായിരുന്നോ അതോ? മെഞ്ഞാന്ന് പോയതാ. മിനിഞ്ഞാന്ന് പോയിട്ട് പിന്നെ ഇന്നാണ് വരുന്നത്. ഇന്നിപ്പോ ഇന്നലെയൊക്കെ നല്ല വെള്ളമായിരുന്നു അല്ലെ? ഇന്ന് കുറച്ച് മാറ്റമുണ്ട്. പോയി നോട്ടെ, അവിടെ എത്തുമെന്ന് നോട്ടെ. അവിടെ വരെ ഇവിടെ നമുക്ക് കുറച്ചുകൂടെ പോയാൽ പിന്നെ വെള്ളം കൂടുതലാന്ന് തോന്നുന്നു അല്ലേ? അല്ല, ഇപ്പൊ ഗ്രീൻ വേൾഡിലാണ്. ഗ്രീൻ വേൾഡ്. എന്തായാലും മഴ കഴിഞ്ഞ് അല്ലെങ്കിൽ വെള്ളക്കെട്ട് നേരിയ തോതിൽ ശമിച്ചപ്പോൾ ഇത് നോക്കാനായി ഇറങ്ങുകയാണ്. വീട്ടിലേക്ക് വന്നിട്ട് 2-3 ദിവസമായി. ഈ ജലനിരപ്പ് ഉയർന്നു തുടങ്ങിയപ്പോൾ അധികൃതർ മാറ്റിയതാണ് ഇവരെയൊക്കെ ആ വീടുകളിൽ നിന്നും. അവിടേക്ക് മടങ്ങിയെത്തുന്ന ആളുകളെയാണ് കാണാൻ കഴിയുന്നത്. ഈ കണ്ണാടിക്കൽ റോഡിൽ ഈ ഭാഗത്ത് നമ്മളിപ്പോൾ നിൽക്കുന്ന ഇടങ്ങളിലൊക്കെ ഒരു അല്പം വെള്ളക്കെട്ടിന് ശമനം ഉണ്ടായിട്ടുണ്ട്. കാര്യമായി തന്നെ ഒരു കുറവ് വന്നിട്ടുണ്ട്. പക്ഷേ മുന്നോട്ട് പോകുന്തോറും ഇപ്പോഴും ആ പ്രദേശങ്ങൾ ആ വെള്ളത്തിനടിയിൽ തന്നെയാണ്. നമുക്കിപ്പോൾ കാണാം, ചൂലും ബക്കറ്റും വെള്ളവുമൊക്കെയായി ആളുകൾ തകൃതിയായ ശുചിയാക്കലിനുള്ള ഒരു ഒരുക്കത്തിലാണ്. വീട്ടുമുറ്റത്തൊക്കെ ഒഴുകിയെത്തുന്ന മാലിന്യങ്ങൾ, ഒപ്പം ഈ പാമ്പ് പോലുള്ള ഉരകജീവികളൊക്കെ എത്തുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചു വേണം ഈ ശുചീകരണ പരിപാടികൾ ചെയ്യാൻ. ഒപ്പം ഈ പകർച്ചവ്യാധി ഭീഷണി അടക്കമുള്ള പ്രശ്നങ്ങളും നിലനിൽക്കുന്ന സമയം. എന്തായാലും വെള്ളം എത്തുന്നതിനേക്കാൾ സൂക്ഷിക്കേണ്ട സമയമാണ് വെള്ളം ഇറങ്ങുന്ന സമയം. ഒപ്പം ആ വീടുകളൊക്കെ വളരെ ശ്രദ്ധയോടുകൂടി വൃത്തിയാക്കി അവിടേക്ക് കയറേണ്ട അവസ്ഥയാണ്. ഓരോരുത്തരൊക്കെ രാവിലെ ഇപ്പോൾ ഈ വെള്ളത്തിൽ കൂടെ. എവിടെ ചേട്ടാ വീട്? എവിടെ? വീടായിട്ട് തന്നെ ഒരു 1.5 കിലോമീറ്റർ. അവിടെ എങ്ങനെയുണ്ട് വെള്ളം? എങ്ങനെയുണ്ട്? രാവിലെ പോയി നോക്കിയോ? അപ്പൊ അവിടുന്ന് വരികയാണ്. എങ്ങനെയുണ്ട് അവസ്ഥ അവിടെ? അവിടെ ഇപ്പൊ വെള്ളം കുറഞ്ഞുണ്ട്. ഇതുപോലൊക്കെ തന്നെ ഉണ്ട്. അത്രേ ഉള്ളൂ. എവിടെ മാറിയായിരുന്നോ? വീട്ടിൽ നിന്ന് മാറിയായിരുന്നു? വീട്ടിൽ നിന്ന് മാറിയായിരുന്നു. പിന്നെ രാത്രി അവിടെ പോയി കിടക്കും, രാവിലെ അങ്ങോട്ട് പോരും. അവിടെ ക്ലീനിങ് ഒക്കെ ചെയ്യണം അല്ലേ? ക്ലീൻ ഒക്കെ ചെയ്യണം. എല്ലാവരും രാവിലെ എത്തിക്കൊണ്ടിരിക്കുന്ന, അതായത് എവിടെയാ വീട്? എവിടെയായിരുന്നു? കുറച്ച് 2 വളം കൂടെ വളർന്നേരും. എങ്ങനെയുണ്ട് അവിടെ വെള്ളം? എങ്ങനെയുണ്ട്? വെള്ളം ഒരു കുഴപ്പമില്ല, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. കുറഞ്ഞു താഴ്ന്നു? താഴ്ന്നു. എവിടെയായിരുന്നു? അപ്പൊ വീട്ടിൽ തന്നെ ആയിരുന്നു? ഞാൻ വീട്ടിൽ തന്നെ ആയിരുന്നു. കുടുംബമൊക്കെയോ? കുടുംബം വീട്ടിൽ തന്നെ. ഒരു കുഴപ്പമുണ്ടായില്ല. അതിനിപ്പോ എന്തായാലും ക്ലീൻ ഒക്കെ ചെയ്യണം. അത് ചെയ്യണം. അതിനെ കുമ്മായം മേടിക്കാൻ പോകണം, ഒന്ന് ക്ലീൻ ചെയ്യാൻ. ഒക്കെ ഒന്ന് അഴുക്കൊക്കെ ഉണ്ടല്ലോ, ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടി. മൊത്തം ഒഴുക്കുള്ളൊക്കെ വന്ന് ചേർന്നല്ലേ? അതിനെ കുറിച്ച് ഒരു കുമ്മായം എന്ന് പറഞ്ഞ സാധനം ഉണ്ട്, അറിയാം? പിന്നെ ഓക്കെ. അതാണ്, ആളുകൾ എല്ലാവരും വീട് ശുചിയാക്കുന്ന ഒരു പ്രവർത്തനത്തിലാണ്. കുമ്മായം വാങ്ങാൻ പോകുന്ന ചേട്ടനെയാണ്. മറ്റു ചേട്ടന് ഇവിടെ തന്നെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കാഴ്ച. വലിയ തോതിലാണ് വെള്ളക്കെട്ട് ഈ മേഖലകളിൽ ഉണ്ടായിരുന്നത്. എന്തായാലും ഇതിനൊക്കെ ഒരു ശമനം ഉണ്ടായിരിക്കുന്നു എന്ന് തന്നെയാണ് ഏറ്റവും ആശ്വാസമുള്ള കാര്യം. ഒപ്പം ചേട്ടൻ അവിടെ സേഫ് ആണല്ലോ അല്ലെ? കോഴിക്കോട് ജില്ലയുടെ ഏത് ഭാഗത്താണ് ഇപ്പോൾ ചേട്ടൻ താമസിക്കുന്നത്? ഞാനിപ്പോൾ കണ്ണാടിക്കൽ ഭാഗത്താണ് നിൽക്കുന്നത്. ഈ കണ്ണാടിക്കൽ, ഒപ്പം കക്കോടി, കുരുവട്ടൂർ, അങ്ങനെ പ്രധാനപ്പെട്ട ഈ നഗരത്തിനോട് ചേർന്ന, ഏതാണ്ട് നഗരത്തിൽ നിന്നും 5-6-7 കിലോമീറ്ററൊക്കെ അകലെയുള്ള മിക്ക പ്രദേശങ്ങളിലും ഇതുതന്നെയായിരുന്നു അവസ്ഥ. ചിലയിടങ്ങളിലേക്ക് എത്തിപ്പെടാൻ പോലും കഴിയാത്ത സാഹചര്യമായിരുന്നു ഇന്നലെ കൊണ്ടായിരുന്നു. നമുക്ക് സാധാരണഗതിയിൽ ഈ കുട്ടനാടും ആലപ്പുഴയുമൊക്കെയാണ് ഈ വെള്ളത്തിൻ്റെ ഒരു വെള്ളക്കെട്ട് മൂലം ദുരിതം അനുഭവിക്കുന്നത്. കാരണം സാധാരണ പ്രദേശങ്ങളിൽ മഴ എത്തുമ്പോൾ, കോട്ടയം ജില്ലയുടെ കിഴക്കൻ മേഖലകളിലൊക്കെ മഴ എത്തുമ്പോൾ ഈ താഴേക്ക് വെള്ളം വന്ന് താഴുന്ന ഒരിടമായി മാറുന്ന പോലെ കോഴിക്കോടിൻ്റെ നഗര ഹൃദയത്തോട് ചേർന്ന
മേഖലകൾ ഇപ്പോൾ അത്തരത്തിലൊരു ആ രീതിയിലേക്ക്, അതായത് കുട്ടനാട്ടിലും മറ്റുമൊക്കെ വെള്ളം കെട്ടി നിൽക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്നതാണ് നമുക്ക് ഇത്തവണത്തെ വെള്ളപ്പൊക്കത്തിൽ നിന്ന് മനസ്സിലായത്. മുൻപ് 2018 സമാനമായ രീതിയിൽ ഒരു വെള്ളപ്പൊക്കം ഉണ്ടായത്. പക്ഷേ അതിനുശേഷം കാര്യങ്ങൾ കുറച്ചുകൂടി ഭദ്രമായിരുന്നു. എന്നാൽ അത് മറികടന്ന് ഇത്തവണ വീണ്ടും പഴയൊരവസ്ഥയിലേക്ക്. ചേട്ടാ, വീടെവിടാ? എങ്ങനെയുണ്ട്? നല്ല വെള്ളമാണോ? 2018 വെള്ളമൊന്നും വന്നില്ല. 2018 മതിലൊക്കെ കവിഞ്ഞിട്ട് വന്നിരുന്നു. ഇതെന്താ സംഗീതം, ഈ പുഴയത്തെ ചളിയും മണ്ണും വാരണം, മണലും വാരണം. പിന്നെ രണ്ട് ഭാഗത്തുള്ള പുഴമുഞ്ഞാറിന്റെ പാഴ്മര അത് ഒക്കെ ഒഴിവാക്കിയില്ലെങ്കിൽ ഈ പുഴയുടെ ഒഴുക്ക് സുഗമമാക്കിയാൽ മാത്രമേ ഈ പ്രദേശത്ത് അത് രക്ഷയുള്ളൂ. ഞാൻ 2016 ഇവിടെ വന്നത്. ഇതിലെന്താ വെച്ചാൽ ഒന്ന് രണ്ട് വിഷയം എന്താ വെച്ചാൽ, ഇത് കോറി മാഫിയന്റെ ഒരു ഇടപെടലാണ് പുഴയത്തെ മണ്ണ് വാരുന്നു പോയത്. അത് വളരെയധികം അപകടം ഉണ്ടാക്കിയത്. പഴയ കാലത്തും ഈ മണലല്ലോ ആയിരുന്നു, അന്ന് ബുദ്ധിമുട്ടില്ല. കഴിഞ്ഞ 10-12 കൊല്ലം ഒരു മണൽ വാരുന്നില്ല. അപ്പോൾ ചളിയും മണലൊക്കെ കെട്ടിക്കിടക്കുക. പിന്നെ 27 മീറ്ററുള്ള പുഴ 15 മീറ്ററായി ചുരുങ്ങിക്കുക. പല ഭാഗങ്ങളിലും എൻക്രോച്ച് ഉണ്ട്. ഇതൊക്കെ ഒഴിപ്പിക്കണം. പൂർണ്ണമായി ഇല്ലാതായി. ഇല്ല, പകുതിയായി കുറഞ്ഞു. അപ്പൊ എന്താ, ഈ ഒഴുക്ക് നിന്നു. ഒഴുകേണ്ട അതെ 10-12 മീറ്റർ കുറയണം ഓരോ ഭാഗത്തുനിന്ന് പറഞ്ഞാൽ ഈ പൂനൂർ പുഴ സംരക്ഷിക്കപ്പെടേണ്ടല്ലേ. നദികളിൽ പുഴകളും സംരക്ഷിക്കപ്പെടണം. നമുക്ക് ജലം ജീവിക്കാൻ പറ്റൂ. ഈ പുഴയോരത്തൊക്കെ എത്ര വീടുകളുടെയെല്ലാം പോയി. ഇത് ആയിരക്കണക്കിന് വീട്ടിലുള്ള ആളുകളാണ് ഇവിടുന്ന് മാറി താമസിക്കുന്നത്. നിങ്ങൾ എവിടെ താമസിച്ചപ്പോ? ഇല്ല, ഞാൻ ടൗണിൽ, എനിക്ക് വീടുണ്ട്. ഞാൻ ടൗണിലുള്ള ആളാണ്. അപ്പൊ ഞാൻ ഇപ്പൊ ഇവിടെ വന്നു നോക്കും. ഞാൻ ഇവിടുത്തെ റെസിഡൻസിന്റെ പ്രസിഡന്റും ഞാൻ അങ്ങനെ ഏറ്റെടുക്കേണ്ടി വന്ന ഞാൻ എൻസിപിന്റെ ജില്ലാ സെക്രട്ടറിയാണ്, സുനിൽ സിംഗ്. ഇതിപ്പോ വലിയ ബുദ്ധിമുട്ടല്ലേ ഈ സമയത്തുള്ള ആളുകളുടെ ഓട്ടം? അവര് 2 ദിവസം ഒരു ബുദ്ധിമുട്ടുണ്ടാവും. കടകളിലൊക്കെ ചേട്ടനും ഫ്രിഡ്ജൊക്കെ കെട്ടി വെച്ചിട്ടാണ്. വീട്ടിലെല്ലാം അങ്ങനെ സേഫ് ആക്കി വെച്ചു? എല്ലാം സേഫ് ആക്കിയിട്ടാണ്. ഉള്ളില് കയറിയിട്ടില്ല. ഇനിയിപ്പോ ക്ലീനിങ് ആണ് വേറെ പണി അല്ലേ? എന്ന് വെച്ചാൽ ഒരുപാട് മാലിന്യങ്ങൾ എവിടുന്നൊക്കെ എന്തൊക്കെ വരുന്നറിയില്ല. ഇതൊരു ശാശ്വത പരിഹാര. ഇപ്പോ ഞങ്ങള് മറ്റേ ഇവിടുത്തെ റെസിഡൻസ് മെയ് മാസത്തിലൊരു പെറ്റീഷൻ 2ാം കളക്ടർ കൊടുത്തിരുന്നു. മഴക്കാലത്തിന് മുമ്പ് ഇതൊക്കെ ഒന്ന് ഇതാക്കണമെന്ന്. അങ്ങനെ കളക്ടറെ നേരിട്ട് കണ്ട് സംസാരിച്ചിരുന്നു. കളക്ടർ അതിന്റെ മുകളിൽ ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ ഫണ്ട് ഉപയോഗിച്ചിട്ട് ഇത് മുഴുവൻ മറ്റേ പുഴിയും ചളിയും മാറാനും അതുമായി തന്നെ പുഴമുഞ്ഞൊക്കെ ഒഴിവാക്കാനും പറഞ്ഞ് ഓർഡർ ഇട്ടാ. ഈ ഓർഡർ ഇട്ടത് വിവിധ ഡിപ്പാർട്ട്മെന്റിൽ ഡയറക്ഷൻ കൊടുത്തിട്ട് അവരാരും ഒന്നും ചെയ്തില്ല. ആ ഓർഡറിന്റെ കോപ്പി എല്ലാവർക്കും ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ട്. കാരണം വെച്ചാൽ ഇത് എന്താ വെച്ചാൽ ചെയ്യേണ്ട പണി ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് ചെയ്യേണ്ട അവരെടുക്കണോ, ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ ചെയ്യേണ്ട അവർ ചെയ്യണോ? ചെയ്യേണ്ട പണി ചെയ്യണ്ടേ? ഓരോ വിഭാഗം അവർക്കുള്ള പണി ചെയ്താൽ ഈ കാലോചിതമായി ഈ മഴ എല്ലാവർക്കും അറിയാലോ. ഈ മാസം ഇവിടെ കൊല്ലത്തിൽ 365 ദിവസത്തിൽ 364 ദിവസം പ്രശ്നമില്ല. ഈ 2 ദിവസത്തെ പ്രശ്നം വരുന്നത്. ഇപ്രാവശ്യം വെള്ളം ഒഴുകി പോകാൻ വളരെ താമസം വന്നു. അത് നോക്കുമ്പോൾ 3 പുഴയും കൂടി വന്ന് പുറക്കാട്ടിലേക്ക് എത്തുമ്പോൾ തിക്കാണ്. ഇങ്ങോട്ട് വെള്ളം കൊണ്ട് ഒഴിഞ്ഞു പോകണ്ടേ? അപ്പൊ ഇത് സർക്കാർ കാര്യമായിട്ട് ഇടപെട്ട് ഈ നദികളിലെയും പുഴകളിലെയും ഇപ്പൊ ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട് മറ്റേ മണ്ണലൊക്കെ നീക്കം ചെയ്യണം. അതുമാതിരി ഈ പാഴ്മരങ്ങളൊക്കെ ഒഴിവാക്കണം. ഈ പുഴയുടെ സർവേ നടത്തിയിട്ട് അതിൽ എത്ര വീതി പഴയ കാലത്തുണ്ട് ആ വീതി പുനഃസ്ഥാപിച്ച് ഒരു സൈഡ് കെട്ടുക. ഇത് പ്രത്യേകിച്ച് കോർപ്പറേഷൻ അതിർത്തി ആയതുകൊണ്ട് ഇത് ടൂറിസം മേഖലയിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ഒരുപാട് ടൂറിസം സാധ്യതയുള്ള സ്ഥലമാണ്. തീർച്ചയായും അദ്ദേഹം പ്രായോഗികമായ ഒരുപാട് നിർദ്ദേശങ്ങളാണ് പറഞ്ഞത്. കാരണം ഓരോ വർഷവും ഈ മഴക്കെടുതി മൂലം മാറി താമസിക്കേണ്ടി വരുന്നു, അല്ലെങ്കിൽ വീടുകൾ വെള്ളത്തിനടിയിലാവുന്നു. പുഴയോട് ചേർന്ന ഇടങ്ങളിലെ വീടുകൾ പൂർണ്ണമായി നശിച്ചു പോകുന്ന അവസ്ഥയിലേക്കൊക്കെ കാര്യങ്ങൾ നീങ്ങുന്നു. അതുകൊണ്ടൊരു സമഗ്രമായ ഒരു കർമ്മ പദ്ധതി ഈ വെള്ളപ്പൊക്കം നേരിടാൻ അനിവാര്യമാണ് എന്ന് അദ്ദേഹം പറയുന്നു. ഇങ്ങനെ ഓരോ ഇടത്ത് മാറി താമസിച്ചിട്ട് വീണ്ടും ബാഗുമൊക്കെ എടുത്ത് വീട്ടിലേക്ക് വരേണ്ട ഒരവസ്ഥ, അത് നാട്ടുകാരെ സംബന്ധിച്ച് വലിയ ബുദ്ധിമുട്ടുള്ളതാണ്. ജനങ്ങൾക്കേറെ ദുരിതങ്ങൾ നൽകുന്നതാണ് ഇപ്പോൾ ഓരോ മഴക്കാലങ്ങളും. ശരി, കോഴിക്കോട് ജില്ലയിൽ നിന്നും അനീഷ് ഏട്ടനാണ് നമ്മളുമായി ചേർന്നത്.